വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് ഒരു 50+ ആൻഡ് 60+ ഉള്ള ലേഡീസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഒട്ടുമിക്ക ഞാൻ ഇത് പറയുന്നത് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സ്ത്രീകളോടാണ്. നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോബിന് കയറി നമുക്ക് അത്യാവശ്യം മാസത്തിൽ ഒരു സാലറി വരുന്ന സമയത്ത് നമ്മൾ അതിൽ മിക്കവാറും നമ്മളതായ പേഴ്സണൽ ചെലവുകൾക്ക്, ഫാമിലിയുടേതായ എക്സ്പെൻസ്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് എക്സ്പെൻസ് ചെയ്യൂല. പക്ഷെ അതിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളെ അറിവില്ലായ്മ കൊണ്ടാവാം നമുക്ക് കയ്യിൽ വരുന്ന പണം നമ്മൾ അങ്ങനെ തന്നെ ചെലവ് ചെയ്യും. ഇപ്പൊ മന്ത് എന്താവുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. പിന്നെ ചില സ്ത്രീകളാണെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഫാമിലിയുടേതായ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുന്ന ടൈമിൽ അവരുടെ ഏണിങ്സ് മുഴുവനും ഫാമിലിയുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ഹസ്ബൻഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഒക്കെയും നമ്മളത് ഏറ്റെടുത്ത് ചെയ്യും. പല കാര്യങ്ങളും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പ്രോഗ്രസ് ആവാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് അപ്പാവാൻ വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്പെൻസ് ചെയ്യും. പക്ഷെ അപ്പൊയൊന്നും നമ്മൾ ഫ്യൂച്ചറിനെ കുറച്ച് കൂടുതൽ ചിന്തിക്കില്ല എന്നുള്ളതാണ്. നമ്മളെ കയ്യിൽ വരുന്ന പൈസ നമ്മൾ അങ്ങനെ തന്നെ എക്സ്പെൻസ് ചെയ്യും. ചില ലേഡീസ് ആണെങ്കിൽ അവർ ജോബ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഇൻകം വരുന്നുണ്ടാവും, പക്ഷെ അവരുടെ ക്യാഷ് അവർക്ക് എക്സ്പെൻസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ അവരുടെ പേരൻസ് ആവാം പൈസ ചെലവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം. ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നത് പലപ്പോഴും പല സ്ത്രീകളുടെയും ഹസ്ബൻഡും പേരൻസും അങ്ങനെയൊക്കെ ആവും. ചില സ്ത്രീകൾക്ക് എങ്ങനെ എക്സ്പെൻസ് ചെയ്യണം എന്നറിയില്ലാത്തത് കൊണ്ട് അത് ഹസ്ബൻഡിനെ ഏൽപ്പിക്കും അങ്ങനെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഏൺ ചെയ്യുന്ന സ്ത്രീയും ഏൺ ചെയ്യാത്ത ഒരു സ്ത്രീയും തമ്മിലുള്ള ഡിഫറൻസ്, അത് വലിയ ഡിഫറൻസ് ആണ്. വളരെ വലിയ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇൻകം വരുന്ന സ്ത്രീകൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ളതായ രീതികളിൽ അവർക്ക് എക്സ്പെൻസ് ചെയ്യാൻ പറ്റും. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അതേ സ്ഥാനത്ത് ഒരു ജോബില്ലാത്ത, ഇൻകം ഏണിങ്സ് മന്ത്ലി വരാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവര് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ പാരൻസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതാവും. അപ്പോ ചിലപ്പോ ഇതുവരെ ഒരു ജോബും ചെയ്ത് ഇൻകം വരാത്ത സ്ത്രീകൾക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്വന്തമായിട്ടൊരു ഏണിങ്സ് വന്ന് അതിൽ നിന്നുള്ള ഫ്രീഡവും കോൺഫിഡൻസും എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ലാതെ അവർ പോകുന്നുണ്ടാവും. അതേ സ്ഥാനത്ത് ജോലി ചെയ്ത് ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് തീർച്ചയായും അതിൻ്റെതായ ഫ്രീഡം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അവർ അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഇൻകം ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ഡിഫറൻസ് എന്തായാലും വ്യക്തമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു കുറച്ച് മുതിർന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരാളാണ്. സ്കൂൾ പഠിക്കുന്നതിനും ട്യൂഷൻ എടുത്ത് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ട്യൂഷൻ എടുത്തും, പിന്നെ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ റിസൾട്ട് വരുന്നതിന് മുന്നേ ജോലിയിൽ കയറിയ ഒരാളാണ്. അതുകൊണ്ട് അന്ന് മുതലേ എനിക്ക് ഏണിങ്സ് ഉണ്ട്. ഞാൻ വളരെ കുറഞ്ഞ ഷോർട്ട് പീരീഡിൽ മാത്രമേ ജോബില്ലാതെ ഞാൻ ഇരുന്നിട്ടുള്ളൂ. എൻ്റെ മകൻ്റെ ഡെലിവറി സമയത്ത്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ജോബില്ല. ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇൻകം ഒന്നുമില്ലാതെ ഹൗസ് വൈഫായിട്ട്, കംപ്ലീറ്റ്ലി ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഡിഫറൻസ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്നെ പോലുള്ള സ്ത്രീകളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായാലും അവരുടെ പണം എക്സ്പെൻസ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും, അതേപോലെ വീട്ടിലൊരു ജോലി ഇല്ലാതെ സ്വന്തമായിട്ട് ഇൻകം ഒന്നും ഉണ്ടാക്കാതിരിക്കുന്ന സ്ത്രീകളോടാണെങ്കിലും എനിക്ക് ഉണ്ടായ ചില തിരിച്ചറിവുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി.
അപ്പൊ ഫ്യൂച്ചറിൽ ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഒരു ചെറിയ ഏജിൽ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു 30 ഏജിനുള്ളിലുള്ള ആളുകൾ അവര് ജോബ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഇൻകം വരുന്നുണ്ടാവും. പക്ഷെ അവർ ഈ പറയുന്നത് പോലെ അവർക്ക് കിട്ടുന്ന പണം അങ്ങനെ ചെലവാക്കി കുറച്ച് ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരു ഏജെല്ലാം കഴിഞ്ഞ് ഒരു 50+ ഒക്കെ ആവുമ്പോഴാണ് നമുക്കൊരു ബോധം വരിക. അപ്പൊ നമ്മൾ അതുവരെ ജോബ് ചെയ്ത് ഒന്നും നമ്മുടെ കയ്യിൽ സേവിങ്സ് വെക്കാതെ നമുക്ക് കിട്ടുന്ന പണം നമ്മൾ അങ്ങനെ തന്നെ ചില എക്സ്പെൻസ് ചെയ്ത് തീർക്കുകയാണ്. നമ്മളെ കയ്യിൽ 1 രൂപ പോലും നമ്മൾ എക്സ്പെൻസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് ആയിട്ട് നമ്മൾ എവിടെയും ഒന്നും എടുത്തു വെക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇൻകം ഇല്ലാതാവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് എന്തായാലും ഒരു പരിധിയിൽ കൂടുതലൊന്നും നമുക്ക് പുറത്ത് ജോബിന് പോകാൻ പറ്റില്ല. ഒരു ജോലിയിൽ പോകാൻ പറ്റാത്ത വരും. കാരണം കുറെ കഴിയുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടും, ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരാളുടെ അണ്ടറിലൊന്നും ജോലി ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പിന്നീട് എന്തായാലും വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മളതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഹസ്ബൻഡിനെയോ മക്കളെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു സേവിങ്സ് ഇല്ല. നമ്മളതായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് നമുക്ക് റിയലൈസ് ചെയ്യാം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ വിഡിത്തായിരുന്നു എന്നുള്ളത്. കാരണം നമുക്ക് വരുന്ന പണം നമ്മൾ ഇഷ്ടം പോലെ ചെലവാക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായിട്ട് സ്ത്രീകൾക്കുള്ള ഒരിതാണ്, ഇവർക്ക് ഭയങ്കര കെയറിങ് കൂടുതലായിരിക്കും, ഭയങ്കര സ്നേഹവും. നമുക്ക് കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത പണമായാലും ശരി എന്തായാലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത്, ഇപ്പൊ മക്കളായാലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനിരട്ടി അവർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെ. അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ കുറേയേറെ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏറ്റെടുത്ത് നമുക്ക് അവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം. അവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് സ്ത്രീകൾ പൊതുവെ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ഒക്കെ കുറെയൊക്കെ മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ മുമ്പത്ത് കുറച്ച് മുന്നേ ഉള്ള ഒരു 40+, 50+ കഴിഞ്ഞ ആളുകൾക്ക് ഇതൊക്കെ അനുഭവിക്കും. പക്ഷെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുത്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ അങ്ങനെയല്ലാതെ വലിയ പ്ലാനിങ്ങും ഇതൊന്നും ഇല്ലാതെ എന്നെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചാണ് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങും ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര സേവ് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ കയ്യിൽ എന്താണോ വരുന്നത് അത് ഞാൻ അന്ന് ചെലവാക്കി തീർക്കും. പിന്നെ മക്കൾക്ക് എന്താ വേണ്ടത് അത് ഹസ്ബൻഡിന് എന്ത് വേണം, മറ്റുള്ളവർക്ക് വേണം. എൻ്റെ മുന്നിൽ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ വന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എനിക്കും എന്തെങ്കിലും മാറ്റി വെച്ചാണെങ്കിൽ പോലും ഞാൻ അതെടുത്ത് കൊടുക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് പോലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഗോൾഡ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അത് ഗോൾഡിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ തീർച്ചയായും നമുക്ക് മാസത്തിൽ വരുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഒരു 10% എങ്കിലും നമുക്ക് ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ കയ്യിലൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളോട് ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെടുത്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു റെസ്റ്റ് പീരീഡിൽ നമുക്ക് നമ്മുടെ ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ നീട്ടാൻ, അല്ലെങ്കിൽ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യാൻ, എന്ത് തന്നെയായാലും മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ലല്ലോ നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ. അതേപോലെ സ്ത്രീകൾ നമുക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് പൈസ മാറ്റി വെച്ച്, നമുക്ക് ഗോൾഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുക. നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല, നമ്മളത് ഒരു സേവിങ്സ് ആയിട്ട് നമ്മളത് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ക്യാഷാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്ക് എത്ര ബ്രില്യൻസ് ഉണ്ട്, നമ്മൾ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ബുദ്ധിയുള്ളവരാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ ഒരു മേഖലയിൽ നമ്മൾ വിഡിത്തം കാണിക്കും. കാരണം എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യും.
ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നമുക്കൊരു ഇൻകം വരുന്ന സ്റ്റേജിൽ നമ്മളടുത്ത് പലരും ചിലപ്പോൾ ഉപദേശിക്കും, നമ്മളെ പേരൻസ് ഉപദേശിക്കാൻ, ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് മറ്റാരെങ്കിലും ഒക്കെ നമ്മളടുത്ത് ഉപദേശിക്കും. ഈ വരുന്ന പണമൊക്കെ എങ്ങനെ ചെലവാക്കി തീർക്കരുത്, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്, അല്ലെങ്കിൽ എന്തെങ്കിലും പണം സേവ് ചെയ്ത് വെക്ക്, ഇങ്ങനെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യരുത്. പിന്നെ ഒരു പരിധി കൂടുതൽ മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഒന്നുമില്ലാത്ത അവസ്ഥ വരരുത് എന്നൊക്കെ നമ്മളെ പലരും വയസ്സിന് മുതിർന്ന ആളുകൾ നമ്മളടുത്ത് ഉപദേശിക്കും, അഡ്വൈസ് ചെയ്യും. പക്ഷെ നമ്മള് ആ സമയത്ത് ഇതൊന്നും ചെവി കൊടുക്കൂല. പക്ഷെ അവര് നമ്മളടുത്ത് പറയുന്നത് എന്തുണ്ടാവും, അവർക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാവും, അവർക്ക് കുറച്ചുകൂടി ഏജ് ഉണ്ട്, നമ്മളെക്കാള് അനുഭവ സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ടാവും പല കാര്യങ്ങളും അവര് പറയുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ അതൊന്നും ചെവി കൊടുക്കൂല. നമ്മള് ഇവരെന്തായി പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല. പക്ഷെ അവര് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്, പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കില്ല. അപ്പോ എനിക്കിപ്പോ പറയാനുള്ളത്, എനിക്ക് ഈ 2 സ്റ്റേജുകളിലൂടെ ഞാൻ കടന്നത്. പക്ഷെ കൂടുതലും എൻ്റെ ഒരു ലൈഫിന്റെ കൂടുതൽ ഭാഗവും ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ട്, ഒരു 2-3 years ആയിട്ടും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യണം, അങ്ങനെ. അപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു കാര്യം അവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ അവരുടെ കൈ ക്യാഷ് വേണം, അവര് ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് നമുക്ക് വേണ്ടി എക്സ്പെൻസ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അല്ലെങ്കിൽ എല്ലാം കൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യമാകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ മാസങ്ങളോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരാം, നമ്മളൊന്നും അല്ലാത്തൊരവസ്ഥയിലായി എന്നൊക്കെ നമുക്ക് തോന്നാം. പിന്നെ ഒരു ഇൻകം വരുന്ന ഒരു സ്ത്രീയും ഇൻകം ഇല്ലാത്തൊരു സ്ത്രീയും സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ്, ഒരു ഇൻകം ഉണ്ടാക്കുന്ന ഫാമിലിയിലേക്ക് ഒരു ഇൻകം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു ലേഡിക്കും ഇതൊന്നുമില്ലാതെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നില്ല, ഒരു ഇൻകം വീട്ടിലേക്ക് കൊണ്ടുവരാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു വാല്യൂല് തന്നെ വ്യത്യാസം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു വീട്ടിലേക്ക് ഒരു ഇൻകം കൊണ്ടുവരുന്ന ഒരു ലേഡിയെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു വാല്യൂ, നല്ലൊരു റെസ്പെക്റ്റ് ആ ഫാമിലിയിൽ കിട്ടും എന്നുള്ളതാണ്. ഇതില്ലാത്ത ഒരാ സ്ത്രീയെ സംബന്ധിച്ച് വലിയ വാല്യൂ അവർക്ക് കിട്ടണില്ല. ചിലപ്പോൾ എല്ലാ ഫാമിലിയിലും അങ്ങനെ ആവണം എന്നൊന്നുമില്ലേ. ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് ഭയങ്കര ഇതായി നിൽക്കുന്ന സ്ത്രീകൾക്കൊന്നും ഇത് ഫീൽ ചെയ്യണ്ട, ഞാൻ അല്ലാത്തവരോടാണ് പറയുന്നത്. ആ ഒരു നമ്മുടെ ഇൻകം വരുന്ന, അല്ലെങ്കിൽ സ്വയം പര്യാപ്തയായ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഒരിക്കലും മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആണെങ്കിൽ നമ്മളെ ഫാമിലി ഉണ്ടാവുന്ന എന്ത് കാര്യമാണെങ്കിലും, അത് വലിയൊരു കാര്യത്തിലാണെങ്കിലും നമ്മളുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് നമ്മുടെ കൂടെ ഒരു സൗകര്യങ്ങളും നമ്മുടെ കൂടി അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ അവർ കൊടുക്കും. ഇതില്ലാത്ത സ്ത്രീകളെ അടുത്ത് ചിലപ്പോൾ ഒരു അഡ്വൈസും ചോദിക്കുന്നുണ്ടാവില്ല, ഒരു അഭിപ്രായവും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾക്കൊരു അവരുടെ ആ ടൈമിനോ ഒന്നിനോ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒത്തിരി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻകം കൊണ്ടുവരുന്ന ഒരു സ്ത്രീക്ക് ആ കുടുംബത്തിനുള്ളിൽ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട്, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ട് ഫാമിലി. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വെച്ചിട്ട്, ഒരു എക്സാമ്പിള്, ഒരു മാരേജ് ആരുടെങ്കിലും, നമ്മളെ തൊട്ടടുത്തുള്ള ആരുടെയെങ്കിലും ഒരു മാരേജോ കാര്യങ്ങളോ ഫാമിലിയിൽ നടക്കുകയാണെങ്കിൽ, ഒരു ഇൻകം വരുന്ന സ്ത്രീ ആണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ടൈമോ, ഏത് സമയത്തേക്ക് നമ്മൾ ഈ മാരേജ് ഫിക്സ് ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴാണ് ലീവ് കിട്ടുക, നിങ്ങൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ആ സമയത്തിനനുസരിച്ച് ഇവര് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും കേട്ടോ. അതേ ചെയ്യും. അത് ആ ഒരു ഇവരുടെ ഡേറ്റിനും ഇവരുടെ സമയത്തിനും ഒരു വാല്യൂ കൊടുക്കും. ഇവർക്ക് കൂടാൻ പറ്റുന്ന
ഒരു സമയം നോക്കിയൊക്കെ ഇവർ ഫിക്സ് ചെയ്യും. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല, നിങ്ങളെ കൊണ്ട് ഫാമിലിക്ക് ഒരു ഉപകാരവും ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിൽ പങ്കെടുത്താലും ഇവിടെ പ്രശ്നമില്ല, കല്യാണത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ഇവിടെ പ്രശ്നമില്ല. ഒരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ, കല്യാണത്തിന് വരുമോ എന്ന് ചോദിക്കായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങളെ സൗകര്യം നോക്കിയിട്ടോ നിങ്ങളിതിൽ നിങ്ങൾക്ക് വരണം എന്ന് അവർക്കൊരു നിർബന്ധം ഉണ്ടാവില്ല. നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് അവരൊരു ഡേറ്റും കൺഫേം ചെയ്യോ ഫിക്സ് ചെയ്യോ ചെയ്യൂല. കാരണം നിങ്ങൾ വന്നാലും അവർക്ക് പ്രശ്നമില്ല, വന്നില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് വരും. ഇതൊക്കെ നമ്മൾ ഈ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മനസ്സിലായി. ഒരു പണമുള്ള ഒരാളും പണം ഇല്ലാത്ത ഒരാളും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലുതാണ്. പിന്നെ ഫാമിലിയിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന സ്ഥാനത്തിനും വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതിപ്പോ നമ്മുടെ ദൂരോട്ടൊന്നും പോകണ്ട. ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലി, നമ്മുടെ ഹസ്ബൻഡ്, നമ്മളെ മക്കള് മാത്രം എടുക്കാന്ന് വെച്ചാൽ പോലും നമുക്കൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നതിന് അതിനൊരു വാല്യൂ ഉണ്ട്. അതേപോലെ നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയാം 1000 രൂപ എനിക്ക് കടം തരുമോ, ഞാൻ ഇന്ന ദിവസം തരാന്ന് ഹസ്ബൻഡിനോ അല്ലെ മക്കളോടോ പറയുകയാണെങ്കിൽ പോലും അവര് ഓക്കെ, യാതൊരു റിജക്ഷൻസും ഇല്ലാതെ അവര് തരും. കാരണം അവർക്ക് അറിയാം ഇവർക്കൊരു വരുമാനം ഉണ്ട്, ഇവര് തരുമെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഇൻകം വരുന്നുണ്ടല്ലോ, അവർ തീർച്ചയായും തരും. അല്ലെങ്കിൽ നാളെ നമുക്കൊരു, ഇന്ന് നമ്മളോട് 1000 രൂപയാണ് ചോദിച്ചത്, നാളെ നമുക്ക് 5000 രൂപയുടെ ആവശ്യം വരികയാണെങ്കിൽ ഇവരോട് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് കിട്ടും. അപ്പൊ ഇന്നൊരു 1000 രൂപ കൊടുത്താൽ നാളെ നമുക്ക് 5000 10,000 ആയിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അവർ തരും. അതേ സ്ഥാനത്ത് നിങ്ങൾക്കൊരു ഏണിങ്സ് ഇല്ല, ഒരു വരുമാനവും വരാനില്ല, നിങ്ങൾ ഒരു 100 രൂപ ചോദിച്ചാൽ പോലും അവർക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അവര് കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പണമുള്ളപ്പോൾ ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ നടത്തി കൊടുത്തിട്ടുണ്ടാവാം. ഭയങ്കരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്തൊരു സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്ന് വാല്യൂ കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഓക്കെ നടത്തി തരാന്നൊന്നും അവര് പറയില്ല. അവര് ഒരു 100 രൂപ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1000 രൂപയുടെ ബുദ്ധിമുട്ടും പ്രയാസം അവര് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാൽ മാറ്റി വെക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ അവർ മാറ്റി വെപ്പിച്ചിരിക്കും. അല്ലെങ്കിൽ തരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ കൊടുത്ത അതേ സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ മക്കളായാലും ഹസ്ബൻഡായാലും നമുക്ക് വേണ്ടി എക്സ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ പൊതുവെ അവരുടെ ഇഷ്ടങ്ങളും ഒന്നും അത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞ് നടത്തിയെടുക്കാറുമില്ല പൊതുവെ ഞാൻ കണ്ട സ്ത്രീകളെ. പക്ഷെ ചില സ്ത്രീകൾ ഭയങ്കര സ്മാർട്ടായ സ്ത്രീകൾ, അവരൊരു കാര്യം പറഞ്ഞ വാശി പിടിച്ച ഹസ്ബൻഡിന്റെ അടുത്തായാലും പേരൻസിന്റെ അടുത്തായാലും വാങ്ങിച്ചെടുക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. ഹസ്ബൻഡിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഒരു ആഗ്രഹത്തിന് വാശി പിടിച്ച് അത് വാങ്ങിച്ചെടുക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ സ്ത്രീകളുണ്ട് കേട്ടോ. പിന്നെ ചില പ്രവാസികളുടെ ഭാര്യമാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ വരുത്തും, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ചെലവഴിച്ചാലും എന്നെങ്കിലും ഒരിക്കലും ഞാൻ ഇത്ര പൈസ അയച്ചില്ലേ, നീ എന്തിന് ചെലവാക്കി, എവിടെ കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ കണക്കൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചോദിക്കാതിരിക്കത്തൊന്നുമില്ല. പിന്നെ വേറൊരാൾ ഹസ്ബൻഡ് ഇതാണെപ്പോലും നമുക്ക് ഓവറായിട്ട് എടുത്ത് എക്സ്പെൻസ് ചെയ്യാനും ഇതാവില്ല. കാരണം നമുക്ക് ആ ഒരു ഫ്രീഡം ഇല്ലാത്തതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ പണമല്ലല്ലോ, ഹസ്ബൻഡിൻ്റെയായാലും മക്കളതായാലും അവരധ്വാനിക്കുന്ന പണമാണ്. അപ്പൊ നമുക്ക് അത്ര ഫ്രീഡത്തിൽ അങ്ങ് എടുത്ത് ചെലവഴിക്കാൻ അത്ര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഹാപ്പി ഫീൽ ചെയ്യാറില്ല. എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ചെലവ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, കുറ്റബോധമില്ല, ഹാപ്പിയുള്ളൂ. മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നതിൽ ഹാപ്പിയുള്ളൂ, എനിക്ക് ചെയ്യുന്നതിൽ ഹാപ്പിയുള്ളൂ. പക്ഷെ മറ്റൊരാളുടെ പണം കൊണ്ട് നമ്മളത് ചെലവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു എവിടെയോ ഒരു ആളുടെ പണം അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമുണ്ടാവോ, ഇഷ്ടത്തോടെ തന്നെയാവോ തന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻകം ഉള്ള സ്ത്രീയും ഇൻകം ഇല്ലാത്ത സ്ത്രീയും തമ്മിൽ ഒരുപാട് വലിയ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇത്രയുള്ള ഡിഫറൻസിൽ ഇങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. ഈ 2 സ്റ്റേജുകളിലൂടെ ഞാൻ പോയത് കൊണ്ട് തന്നെ വളരെ 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 വലിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന പൊസിഷന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നല്ല തസ്തികയിൽ ജോലി ചെയ്യുമ്പോഴും ജോലി ഇല്ലാതിരിക്കുമ്പോഴും നമുക്ക്
നമ്മളോട് മറ്റുള്ളവർ കാണിക്കുന്ന മനോഭാവം, നമുക്കൊരു ഇൻകം ഉണ്ടാവുമ്പോൾ ഉള്ള മനോഭാവം, ഇൻകം ഇല്ലാത്തപ്പോഴുള്ള മനോഭാവമൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു കമ്പനിയുടെ ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര മറ്റുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ മുന്നിൽ വന്ന കാര്യങ്ങൾ സാധിച്ചു ഓ ഓ ഓ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ ചെയറിനാണ് വില, നമ്മൾ എന്ന വ്യക്തിക്കല്ല കേട്ടോ. ആ ഒരു ചെയറിന്, ഒരു മാനേജർ പൊസിഷൻ, ഒരു എന്താ പറയാ, ഒരു വാല്യൂ ഉണ്ട്, അതിനൊരു പവർ ഉണ്ട്. അപ്പൊ നമ്മൾ അണ്ടറിലിരിക്കുന്ന ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ കോ ബിസിനസ്സേഴ്സ് ഒക്കെ നമുക്കൊരു റെസ്പെക്ട് തരും. നമ്മൾ ആ ചെയർ നിങ്ങൾ പുറത്തിറങ്ങിയാലോ, എപ്പോഴും അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കണം, ഞാൻ ഇരിക്കുന്ന സീറ്റിനാണ് വാല്യൂ. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ആളുകൾ അനുസരിക്കുന്നത്, അതുകൊണ്ടാണ് എന്നോട് ഇത്രത്തോളം റെസ്പെക്റ്റോട് കൂടി ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ മാന്യമായി ഞാൻ ബിഹേവ് ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ ഞാൻ ഈ ചെയറിന് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ പൊസിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസ്പോൺസ്, ഇതുപോലുള്ള അനുസരണങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു സാധാ ആളുകൾ തന്നെ. അപ്പൊ നമ്മൾ ആ ചെയറിനെയും ആ പൊസിഷനെയും ഒക്കെ തന്നെയാണ് ആളുകൾ ബഹുമാനിക്കുന്നത്. അപ്പൊ ഒരു പണമുള്ള ഒരാള്, ആ പണത്തിനൊരു വാല്യൂ ഉണ്ട്. ആ പണം കൊണ്ട് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, എന്താ പറയാ, മറ്റുള്ളവരുടെ മുന്നിൽ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും, നമുക്ക് തന്നെ സ്വയം തോന്നുന്ന ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു ലേഡീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, മെയിനായിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹസ്ബൻഡുമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ചിലപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡാണ്, അവർക്ക് കിട്ടുന്നത് ഭാര്യയ്ക്കും കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ധൈര്യത്തിൽ അവരോടൊരു കാര്യം ചോദിക്കാം, അവര് നമുക്ക് വേണ്ടി ഇഷ്ടത്തോടെ ചെയ്തു തരുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ഫ്രീഡവും ആ ഒരു ഇതും എന്തായാലും നമ്മുടെ ഭർത്താവിന് കാലശേഷം നമ്മുടെ മക്കളുടെ അണ്ടറിൽ നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് 100% ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളുടെ അമ്മമാരാണെങ്കിൽ പോലും പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാനിത് സംസാരിക്കുമ്പോൾ പല അമ്മമാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. കാരണം അവർക്ക് അവരുടേതായ, പെൺകുട്ടികളാണെങ്കിൽ അവർ അവരുടേതായ റെസ്പോൺസിബിലിറ്റി പോവും, മക്കള്, ഹസ്ബൻഡ്, അങ്ങനെ. അപ്പൊ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും ഹസ്ബൻഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ അമ്മയ്ക്കോ അച്ഛനോ വേണ്ടിയിട്ട് ഒരു പരിധിയിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഒരാൺകുട്ടിയെ സംബന്ധിച്ചും, അവർക്ക് ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ആയി ഒരു ബുദ്ധിമുട്ടുന്ന ഒരു ആൺകുട്ടിയാണെങ്കിലും അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ പേരൻസിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതുണ്ടാവാം. പിന്നെ പറ്റുന്ന ആൺകുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് എത്രത്തോളം അവരുടെ പേരൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും സംശയമാണ്. ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും എല്ലാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്ന ആൺകുട്ടികളുമുണ്ട്, ഇതില്ലാത്തവരുണ്ട്. അപ്പോ എന്ത് ചെയ്യാൻ, നമ്മൾ കിട്ടുന്നത്, പിന്നെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന പണം, നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും നമ്മുടെ മക്കളുടെ സാഹചര്യങ്ങൾ നന്നാക്കി എടുക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ല പാർപ്പിടം കൊടുക്കുക, നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഉദ്ദേശത്തോടെ ഓവറായിട്ട് ചെലവാക്കുന്ന രക്ഷിതാക്കളുണ്ട്. കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുക, ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയ സ്കൂളുകളിൽ പഠിപ്പിക്കുക. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ കാനഡ, ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരെ വിട്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു 3/4 ആളുകളും കൂടുതലും ചെലവാക്കും. പിന്നെ നമ്മുടെ കയ്യിലില്ല എന്നാൽ പോലും ഒരു ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെ വിദേശ രാജ്യത്തൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട് കേട്ടോ. അവര് ജീവിക്കാതെ സ്ട്രെസ് എടുത്തിട്ടാണ് ഈ കുട്ടികൾക്ക് നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. ഈ കടങ്ങൾ വിടണം, ലോൺ ഉണ്ടെങ്കിൽ ലോണ്. അപ്പൊ ഈ മക്കളെ പഠിപ്പിക്കാൻ വിട്ട കടം വീട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഭാവിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതിന്റെ ഒരു 3/4 സേവ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വാല്യൂ കൊടുക്കാതെ, സ്വന്തമായിട്ട് ഒരു ഇഷ്ടങ്ങൾ
ഒന്നും നടത്താതെ അങ്ങനെ സഫർ ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ വിദേശ രാജ്യത്തൊക്കെ പഠിപ്പിച്ച് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ കൂടുതൽ ഭാഗവും നിങ്ങൾ ചെലവഴിച്ച് അവര് നല്ല പൊസിഷനിൽ എത്തട്ടെ, എന്നിട്ട് അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാവും, അവര് നമ്മളെ പൊന്നും പോലെ നോക്കുന്നൊക്കെയുള്ള ചിന്തകളാണ് പേരൻസിന്. പക്ഷെ നോക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാ പോലും പലരും പല ആവശ്യങ്ങൾക്കും വേണ്ടി മക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. പല കാര്യങ്ങളും അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞാൽ മക്കൾക്കും അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന മക്കളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര അയച്ചില്ല അതെന്ത് ചെയ്തു, അല്ലെങ്കിൽ അത്ര പോരെ എന്നൊക്കെ ചോദിക്കുന്ന മക്കളുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് പൈസ കൊടുക്കും, അല്ലെങ്കിൽ അതെന്ത് ചെയ്തു ഇതെന്ത് ചെയ്തു എന്ന് കണക്ക് ചോദിക്കുന്ന മക്കളുണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ ഇന്ന കാര്യമുണ്ട് തരുമോ എന്ന് ചോദിക്കുന്നത് തന്നെയും ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. പിന്നെ അത് കണ്ടറിഞ്ഞ് അവർ തരികയാണെങ്കിൽ പോലും തന്നു കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും ഒരു ഫ്രീഡം ഇല്ല. നമ്മൾ മക്കളെടുത്ത് ഒരു ഓവർ ഡിപ്പെൻഡന്റ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്രീഡം ഒന്നും ഇല്ല. അതിനുള്ള അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലും അത്രത്തോളം ഫ്രീഡം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു സേവിങ്സ്, നമ്മളൊരു പ്രായമാകുന്ന ഒരു സമയത്ത് നമുക്ക് എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പണം നമ്മൾ ആദ്യമേ ഫസ്റ്റിലേ നമുക്ക് ആ ചെറിയ പ്രായത്തിലേ നമുക്ക് ജോലി കിട്ടുമ്പോൾ അതിലൊരു 10% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5% എങ്കിലും മാറ്റി വെക്കുക. അങ്ങനെ ഒരു പണം നമ്മളെ കയ്യിൽ ഇല്ല എന്നുള്ള ധാരണയിൽ നമ്മൾ അത് മാറ്റി വെക്കും. അത് നമ്മൾ ഈ ഒരു നല്ല പ്രായത്തിലൊന്നും അതിലേക്ക് തൊടാനേ പോകരുത്. നമ്മളൊരു വർക്ക് ആ ഒരു ഏജ് കഴിയുന്ന സമയത്ത് നമുക്ക് ഒത്തിരി എക്സ്പെൻസുകൾ, ഒത്തിരി കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ വരുന്ന സമയം. അപ്പോൾ ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന സമയം. അപ്പോൾ നമ്മളെ മക്കളാണെങ്കിലും ഒരു പരിധി കൂടുതലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസും ചിലവൊക്കെ തരുമ്പോൾ ഒരു പരിധി വരെയൊക്കെ ഓക്കെ, ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ മനസ്സും മുഷിയും. അപ്പൊ അതിന് ഒരവസരം ഉണ്ടാക്കാതെ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു 5% എങ്കിലും നമുക്ക് മാറ്റി വെച്ചാൽ നമുക്ക് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. പ്രായമാവുന്ന സമയത്ത് ഓവറായിട്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നമുക്ക് ഒരാളെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിച്ചു പോവാലോ. അതേപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, നമ്മള് സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രവാസത്തിലായാലും നമ്മൾ ഉണ്ടാക്കുന്ന പണം മുഴുവൻ നമ്മളൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അധികം കൂടുതൽ ആളുകളും എക്സ്പെൻസ് ചെയ്യുന്നത്. വലിയ മണിമാളികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ലൈഫിന്റെ ഭൂരിഭാഗവും നമ്മൾ അധ്വാനിച്ച പണമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് ഇതാക്കാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ചിന്ത നമുക്കുള്ളത് നമുക്ക് മക്കൾക്കാണ്. മക്കളുടെയും ചിന്തയൊക്കെ എൻ്റെ പേരൻസിന് ഇന്ന സ്വത്തൊക്കെ ഉണ്ട്, അത് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. പക്ഷെ ഏതൊരു വ്യക്തിയുടെയും പണമായാലും ശരി, സമ്പത്തായാലും ശരി, സ്ഥലമായാലും ശരി, എന്തായാലും ശരി, അത് മക്കൾക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് മക്കൾക്ക് കൊടുക്കണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. അത് 100% നമ്മുടെ ഇഷ്ടമാണ് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതൊക്കെ. അത് ഉള്ളത് നമ്മൾ കംപ്ലീറ്റ് മക്കൾക്ക് കൊടുക്കണം എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അധികം ആളുകളും ചെയ്യുന്ന ഒരു വിഡിത്താണ്. നമുക്കിപ്പോൾ ഒരു 10-20 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ എല്ലാ മക്കൾക്കും വേണ്ടി ഷെയർ ചെയ്തിട്ട് നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ആരുടെ കൂടെയാണ്, ഏത് മക്കളുടെ കൂടെയാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ പേരിൽ കൊടുക്കും. അല്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളേതായ ഒരു ഷെയർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരിലേക്ക് ആക്കിയിട്ട് അവരുടെ കൂടെ ആയിരിക്കും നമ്മളെ ലൈഫ് മരണം വരെ ജീവിക്കാന്നുള്ള ഒരു ഗ്യാരണ്ടിയിലൊക്കെ നിൽക്കുന്ന പേരൻസ് ഉണ്ട്. അങ്ങനെ റൂമിലേക്ക് കയറി അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ട് പലപ്പോഴും അത് പ്രായമാകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ അവരുടെ അണ്ടറിൽ നിൽക്കുമ്പോൾ പലരും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ അണ്ടറിൽ മരണം വരെ നമുക്ക് നിൽക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്ത പ്രായമാകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവിടെ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാണ്ടാവും, അല്ലെങ്കിൽ ഇവരുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ആകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് ഉള്ളത് വേറെ കുട്ടികൾക്ക് കൊടുത്തുപോയി മോനെ സൗണ്ട് ഉണ്ടാക്കല ഉള്ളത് റൂമിൽ പോവാ പ്ലീസ്. പിന്നെ ഉള്ളത് റൂമിൽ പോവാ. അത് അവിടെ എ സി ഇട്ടിക്കല അപ്പുറത്തോട്, ഇവിടെ ചൂട്, അവിടെ എ സി ഓഫാ മോനെ, അകത്തുകൂടെ. പിന്നെ
അങ്ങനെ പ്രായമാകുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രായം ഏതെങ്കിലും നമുക്കിപ്പോ 3-4 മക്കൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും, ഇന്ന കുട്ടി എന്നെ നല്ലോണം നോക്കും, ഇവന്റെ കൂടെ ആയിരിക്കും ഞാൻ ഫ്യൂച്ചറിൽ സേഫ് എന്നുള്ള ധാരണയിൽ നമ്മൾ അവർക്ക് ചിലപ്പോ തറവാട് അവർക്ക് കൊടുക്കണം, അവരാണ് എന്നെ നോക്കുക, എനിക്ക് മരണം വരെ എൻ്റെ ഈ വീട്ടിൽ നിൽക്കണം, അപ്പൊ അവരെ കൂടെ ആകുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അത് നേരത്തെ അങ്ങ് അവരുടെ പേരിൽ എഴുതി കൊടുക്കും. പക്ഷെ ചിലപ്പോ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, അവരുടെ മക്കൾക്ക് ചിലപ്പോൾ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പൊ ഒരു പ്രായമാകുമ്പോ എന്ത് ചെയ്യും, ഓരോ മക്കളുടെ അടുത്ത് മാറി മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ അവർ പറയും, ഞാൻ തന്നെയല്ലേ ഉമ്മാനെ ഉപ്പാനെ ഇത്രയും കാലം നോക്കുക, ഇനി കുറച്ച് നീ നോക്കൂ. അവിടെ കുറച്ച് നിൽക്കുമ്പോ അവർ പറയും, ഇനി കുറച്ചും മറ്റാള് നോക്കട്ടെ. അപ്പൊ ഇങ്ങനെ മാറി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അതേപോലെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഒരാളിപ്പോ പേരൻസിനെ നോക്കി, അപ്പൊ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുക്കും. അപ്പൊ അവർ പറയും, ഇതുവരെ ഞാൻ നോക്കിയില്ല, ഇനി നീ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കും. അപ്പൊ ഈ ഏജ് ആകുന്ന സമയത്ത് ഇവര് ഒരു മാസം ഒരു വീട്ടില്, അടുത്ത മാസം വേറൊരു കുട്ടിയുടെ കൂടെ, പിറ്റേത്തെ മാസം വേറൊരു കുട്ടിയുടെ കൂടെ, ഇങ്ങനെ മാറി മാറി പോകേണ്ട ഒരവസ്ഥ ഈ പേരൻസിന് ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, നമ്മളൊരു വീട്ടിൽ സ്ഥിരമായിട്ട് താമസിച്ച് നമ്മളുടെ ഒരു കംഫർട്ട് സോണാണ് ആ വീട്. അപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം ഒരു ദിവസം ഒരു രാത്രി പോലും നമുക്ക് വേറൊരാളുടെ വീട്ടിൽ നിൽക്കാൻ നമ്മൾ കംഫർട്ട് അല്ല. നമുക്ക് എവിടെ പോയാലും നമുക്ക് നമ്മളെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാലാണ് നമുക്കൊരു മനസമാധാനത്തിൽ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളെ വീട് വളരെ ചെറുതായിരിക്കും, സൗകര്യങ്ങൾ കുറവായിരിക്കും, എന്നാൽ പോലും നമുക്ക് അവിടെ വന്നാലാണ് നമുക്ക് മനസമാധാനത്തിൽ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നത്. വേറൊരു സ്ഥലത്ത് നമുക്ക് അതിനുള്ള ഇതില്ല. അപ്പൊ അങ്ങനെ ശീലിച്ചു വന്ന ഒരാൾ, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. എവിടെയാണെങ്കിലും എനിക്ക് എൻ്റെ റൂമിലെത്തണം. എനിക്ക് നാട്ടിൽ എവിടെ പോയാലും എൻ്റെ ഒരു ദിവസത്തിൽ കൂടുതൽ വേറൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ എത്തണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും, ഒരുവിധം എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇടവൈകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇടവൈകി പോവാനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് നമുക്ക് പ്രായമാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കംഫർട്ട് അങ്ങനെ തന്നെയാണ്, നമ്മുടെ ആ ഒരു സ്പേസിൽ ജീവിക്കുക എന്നുള്ളത്. പക്ഷെ ഈ പ്രായമാകുമ്പോ എന്ത് ചെയ്യും, ഇങ്ങനെ ആവുമ്പോ ഓരോ മക്കളത്ത് മാറി മാറി താമസിക്കേണ്ട അവസ്ഥ വരുമ്പോ ഒരു മാസം ഒരു സ്ഥലത്ത്, പിറ്റേത്തെ ഒരു മാസം ഒരു സ്ഥലത്ത്, ഇങ്ങനെ മാറി മാറി കളിക്കുമ്പോൾ ഇവർക്കൊരു കംഫർട്ട് അല്ലാത്ത, ഇവരുടേതായ ഒരു സ്പേസ് ഇവർക്കില്ലാത്തതുപോലെ ഫീൽ ചെയ്യും. അവർക്കായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല, അവർക്കായിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ല. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മള് ഇവിടുന്ന് ഉണ്ടാക്കുന്ന എല്ലാ പൈസയും വലിയൊരു സ്ഥലം വാങ്ങി വലിയൊരു വീട് വെച്ച്, അല്ലെങ്കിൽ മക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് അതൊരു കുട്ടിക്ക് കൊടുത്ത് അങ്ങനെ ഒന്നും ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മുടേതായ ഒരു സ്പേസ്, ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ പോലും, ഒരു ചെറിയ വീടാണെങ്കിൽ പോലും നമുക്ക് പ്രായമായാൽ താമസിക്കാൻ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നാട്ടിലാണെങ്കിൽ ഇപ്പൊ മക്കൾക്കൊക്കെ വീട് ഉണ്ടാക്കി, ഓക്കെ നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ, മക്കൾക്ക് ഷെയർ കൊടുത്തോളൂ, എന്നാലും ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും നമ്മുടെ പേരിൽ, ഒരു 5 സെന്റ് സ്ഥലം, ഒരു ചെറിയ വീട്, നമ്മളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഹസ്ബൻഡിന്റെ ഭാര്യയ്ക്ക് മാത്രം താമസിക്കാൻ വേണ്ടി പ്രായ ആകുന്ന സമയത്ത് അവർക്ക് റിലൈസ് ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കാം, മറ്റൊരാൾക്ക് ഭാരമാവാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സ്പേസ്, ഒരു ചെറിയൊരു വീട്, ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും നമ്മൾ എവിടെ സെറ്റാക്കി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്പേസ് നമ്മൾ നമ്മളെ മരണശേഷം അല്ലാതെ ജീവിതകാലത്ത് ഒരു കുട്ടിയുടെ പേരിലേക്കും അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനും പാടില്ല എന്നുള്ളതാണ്. അത് മരണശേഷം ചിലപ്പോ ഇത് മക്കൾക്ക് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള ആർക്കും കൊടുക്കാം. മോൻ ആ ഷെൽഫിന്ന് എടുത്തു. പിന്നെ അങ്ങനെ എല്ലാരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ഇപ്പൊ നമ്മള് ഈ കാണുന്ന സ്നേഹവും ഇതൊന്നും എല്ലാം മക്കള് എന്നും പറഞ്ഞിട്ട് എല്ലാം മക്കളെ പേരിൽ എഴുതി കൊടുക്കുമ്പോ ഈ ഒരു നല്ല പ്രായത്തിൽ കാണുന്ന സ്നേഹവും ഇതൊന്നും നമുക്ക് പ്രായമായാലൊന്നും മക്കൾക്ക് ഉണ്ടാവണമെന്നില്ല. പിന്നാണെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോ നമ്മുടെ സ്വഭാവം ചേഞ്ച് ആവും. നമുക്ക് ഒരുപാട് ചെറിയ മക്കളും പ്രായമുള്ള ആളുകളും തമ്മിൽ ഒരേ സ്വഭാവമാണെന്ന് പറയും.
അപ്പൊ നമുക്ക് പല വൃത്തികെട്ട സ്വഭാവങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊന്നും ചിലപ്പോൾ നമ്മുടെ മക്കൾക്കോ അവരുടെ പാർട്ട്നേഴ്സിനോ പിന്നെ പുതിയ തലമുറ പുതിയ ന്യൂ ജനറേഷൻ മക്കൾക്ക് ഒട്ടും പിടിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. ആളുകൾക്കും അത് പറ്റണമെന്നില്ല, പലർക്കും അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. പല പ്രായമുള്ള ആളുകൾക്കും അവരുടെ പിടിവാശികളൊക്കെ കൊണ്ട് നടക്കുന്നല്ലാതെ പുതിയ ജനറേഷൻസിനെ ഉൾക്കൊള്ളാനും ആ രീതിയിൽ പോവാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്കൊരു ഏജ് ആകുന്ന സമയത്ത് വരുന്ന കുട്ടികളൊക്കെ പുതിയ ജനറേഷന് എങ്ങനെയാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായ ഫ്രീഡത്തിൽ സ്പെൻഡ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യം. എപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ എന്നും എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഞാനെപ്പോ എൻ്റെ മകൻ്റെ അടുത്ത് പറയും, നീ മാരേജ് ആവുന്ന സമയമാകുമ്പോഴേക്ക് നിനക്ക് നിന്റേതായ ഒരു സ്പേസ് വേണം. ഒരു 5 സെന്റ് സ്ഥലമാണെങ്കിൽ പോലെ ഒരു 5 സെന്റ് സ്ഥലം, അതിന് ചെറിയ വീടാണെങ്കിൽ ഒരു ചെറിയ വീട് ഉണ്ടാക്കണം. കാരണം നിനക്കും നിന്റെ ഭാര്യക്കും നിങ്ങളുടേതായ ഫ്രീഡത്തിൽ നിങ്ങളുടേതായ സമാധാനത്തിൽ ജീവിക്കാൻ ഒരു സ്പേസ് നിർബന്ധമാണ്. അത് എപ്പോഴും അങ്ങനെ വേണമെന്നാ ഞാൻ പറയാ. കാരണം നമ്മള് വിവാഹം ചെയ്ത് മറ്റൊരു വീട്ടിൽ പോയ സമയത്ത് നമുക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, ഫ്രീഡം ഇല്ലായ്മ, അതൊക്കെ ആ ഒരു നല്ലൊരു പ്രായത്തിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട ഒരു പ്രായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുക. അങ്ങനെയൊക്കെ ആവുന്നതിലും ബെറ്റർ ചിലപ്പോ പുതിയ ജനറേഷനിൽ വരുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പോൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ ചില നമ്മളെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് പോകണമെന്നില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ആവും. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന വീട്ടിൽ ഇല്ലാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും അവൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം. നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും ഞാൻ പറയും, നിന്റെ മാരേജ് ആകുമ്പോഴേക്ക് ചെറിയൊരു വീട്, ഒരു 5 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വേണം, നിങ്ങൾ നിങ്ങളുടേതായ ഫ്രീഡത്തിൽ ജീവിക്കണം. അതേപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയും, നമുക്ക് നമ്മുടേത് മാത്രമായ ഒരു സ്പേസ് നമുക്ക് കുറച്ചുകൂടെ പ്രായമാവുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു 5 സെന്റ് സ്ഥലമാണെങ്കിൽ 5, അല്ലെങ്കിൽ 3 സെന്റ് സ്ഥലമാണെങ്കിൽ 3 സെന്റ് സ്ഥലം, അവിടെ ഒരു ചെറിയ വീട്. നമ്മുടെ പ്രായമാവുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അവിടെ മറ്റൊരാള് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇതാക്കാം. മക്കൾക്ക് മക്കളുടേതായ ഒരു സ്പേസ് ഉണ്ടാവണം. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാനും പോകണ്ട, അവരുടേതായ സ്പേസിലേക്ക് പോകണം. നമുക്ക് നമ്മുടേതായ ഒരു കംഫർട്ട്, ഇപ്പൊ നമുക്കൊരു കംഫർട്ട് സോണിൽ നിൽക്കുന്നത് പോലെ നിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പേരൻസും ചെയ്യുന്ന ഒരു ബുദ്ധി ഇല്ലായ്മയും വിവരക്കേടും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുക നമ്മൾ നേരത്തെ കാലത്തെ മക്കളുടെ പേരിൽ, അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, മരണശേഷം ഇത് മക്കൾക്ക് തന്നെയല്ലേ, അപ്പൊ ഇപ്പൊ തന്നെ അവരുടെ പേരിലേക്ക് അങ്ങ് എഴുതി കൊടുത്താൽ സേഫ് അല്ലേ എന്നുള്ള ചിന്തയാണ്. പക്ഷേങ്കില് ഇങ്ങനെ പ്രായമായി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന അവസ്ഥ പല ആളുകളുടെയും കാര്യങ്ങളിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത്, പണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ സ്ത്രീകൾക്ക് ഈ എന്താ പറയാ ഭയങ്കര സ്നേഹമാണ്, ഫാമിലിയോടും ആയോ ഒന്നും പറയണ്ട, ഹസ്ബൻഡിനോടും മക്കളോടും കുടുംബക്കാരോടും കൊച്ചുമക്കളോടെല്ലാം അങ്ങനെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്ന കാര്യം, നമുക്കൊരു 5 രൂപ എവിടുന്നേലും കിട്ടിയിട്ടുണ്ട്, അത് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ആ ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇടില്ല. നമുക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ എടുക്കാലോ എന്നുള്ള ഒരു ചിന്തയില്ലാത്ത എത്ര ആളുകളുണ്ട്. ഇപ്പോഴും പ്രായമുള്ള അമ്മമാര് ചെയ്യുന്ന, ഇപ്പൊ നാട്ടിൽ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒരുവിധ സ്ത്രീകളൊക്കെ ഇപ്പൊ തൊഴിലുറപ്പ് പണികളും ഒക്കെ ആയിട്ട് പോകും. കാരണം അവര് ചിന്തിക്കുന്ന നമുക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, നമുക്ക് നമ്മളതായ കാര്യങ്ങൾക്ക് ചെലവാക്കാന്നുള്ള രീതിയിലാണ് ഇവർ ജോലിക്ക് പോവുക. പക്ഷെ ഇവർക്ക് കിട്ടുന്ന ജോലി ക്യാഷ് ഇവരെന്താ ഇന്ന് ബാങ്കിൽ ഇടുകയോ, നാളെ എനിക്കൊരു അസുഖം വന്നാലോ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ എടുത്ത് ഉപയോഗിക്കാന്നുള്ള രീതിയിൽ സേവ് ചെയ്യല്ലേ ചെയ്യാം. ഇവർ ഈ പണം എടുത്തിട്ട് മക്കൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ മക്കള് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് 5ഉം 10ഉം മക്കളുള്ള മക്കളായിരിക്കും, അല്ലെങ്കിൽ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞെല്ലാം ഒരു ഭാഗത്തായിട്ടുണ്ടാവും. എന്നാലും ഇവർ ഈ പൈസ ഒക്കെ എടുത്തിട്ട് എന്നാ മോനെ ഇന്ന കാര്യം ചെയ്തോ, അല്ലെങ്കിൽ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് വാങ്ങിച്ച്, അല്ലെങ്കിൽ വീട്ടിന്റെ ഉത്തരവാദിത്തം ഇവർ മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ട് പോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തേക്കും. അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് മുട്ടായി ചോക്ലേറ്റ് അത് ഇത് എന്നെല്ലാം പറഞ്ഞ് വേണ്ടാത്ത ഡ്രസ്സ്, എൻ്റെ വക ഡ്രസ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പൈസ അങ്ങ് പൊടിച്ചില്ല. ഈ സ്ത്രീകൾക്കൊന്നും തിരിയൂല. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മള് മറ്റു ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും.
അങ്ങനെ ഒട്ടുമിക്ക നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്, നമ്മുടെ സ്ത്രീകൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു വൃത്തികെട്ട ജന്മമാണ് സ്ത്രീകളുടെ എന്ന് ഞാൻ എപ്പോഴും പറയും. ഒരു ബോധവും കഥയില്ലാത്ത ലൈഫാണ്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര പണം സമ്പാദിച്ചിട്ടും കാര്യമില്ല, അവനവന്റെ സേഫ്റ്റി നോക്കാത്ത സ്ത്രീകളാണെന്ന് ഞാൻ പറയും. പക്ഷെ ഇപ്പം പുതിയ തലമുറയിലൊക്കെ ഒരുപാട് മാറി ചിന്തിച്ചു തുടങ്ങി. എന്നാൽ പോലും മാറേണ്ടതുണ്ട്. നമ്മളൊരു സേവിങ്സ് പഠിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിന്നാൽ മാത്രമൊന്നും പോരാ. അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പണം സേവ് ചെയ്ത് വെക്കാനും, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതെടുത്ത് സേവ് ചെയ്യാനും അതെടുത്ത് എക്സ്പെൻസ് ചെയ്യാനും ഉള്ള ഒരു ഫ്രീഡത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം നമുക്ക് ഫ്രീഡത്തിൽ യൂസ് ചെയ്യാൻ പറ്റണം. ഭാവിയിലേക്ക് അത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് പ്രായമായാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ ചില സമയത്ത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ വരും കേട്ടോ, സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ വരും. എന്നാൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മറ്റൊരാളുടെ മുന്നിൽ കഴിഞ്ഞിട്ട് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇതുവരെ ബോധം വരാത്ത സ്ത്രീകൾക്ക് ഒരു ബോധം വരട്ടെ എന്നുള്ളതാണ്. കാരണം എനിക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഈ ബോധം വരുന്നത്. കാരണം എന്തുകൊണ്ടാണ് എനിക്കിപ്പോ ബോധം വന്നത്? എനിക്ക് ആദ്യം ഇൻകം ഉണ്ടായിരുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവാക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു ഇൻകം നിന്നു. എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പൈസ ചെലവാക്കാൻ പറ്റുന്നില്ല. എന്റെ കാര്യങ്ങൾക്ക് ഓരോന്നിനും ഞാൻ മറ്റൊരാളോട് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോ അവരെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ചിലപ്പോ അത് നടക്കണമെന്നില്ല. അപ്പോ ഇപ്പോഴാണ് എനിക്കത് റിയലൈസ് ചെയ്തോ, എനിക്ക് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പലർക്കും വേണ്ടി പല കാര്യങ്ങളൊക്കെ എൻ്റെ ഒന്നുമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയൊക്കെ അവരുടെ വലിയ ഓരോ ഇഷ്യൂസുകളിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിന് മാറ്റി വെക്കും എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, അവർ നല്ല കാര്യമല്ലേ, അവരെങ്ങനെ രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി. അപ്പൊ ഞാൻ ചിന്തിക്കും, പണം എന്ന് വരും, നാളെ പോവും, ഓക്കെ പണം വരുമല്ലോ, സേവ് ചെയ്യാലോ, വെക്കാലോ, സമയം ഉണ്ടല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ എപ്പോഴും എന്നും അങ്ങനെയല്ല. നമുക്ക് പ്രായമാവണം എന്നൊന്നുമില്ല. നമുക്ക് അപ്പൊ നമ്മളെന്താ ചിന്തിക്കുന്നത്, സമയം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും വർഷം കൊണ്ട് ജോബ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ പണം വരുമല്ലോ, അപ്പോ എനിക്ക് ആ സമയത്ത് സേവ് ചെയ്യാലോ, ഇപ്പൊ എനിക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ലല്ലോ എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രായമാവണമെന്നില്ല. ഒരു ഇൻകം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം മതി, നമ്മളുള്ള ജോബില് ഒരു ടെർമിനേഷൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ മതി, നമുക്ക് ഇൻകം ഇല്ലാതാവും. പ്രായമാവണമെന്നില്ല. അപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട്, ഒരു ഇൻകം ഉള്ള ഒരു സ്ത്രീയും ഇല്ലാത്തൊരു സ്ത്രീയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ജോബ് ചെയ്യുന്ന ചെറുപ്പക്കാരായ ആളുകളോടാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ ഒരു 5% നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ഫാമിലിനെ നോക്കിക്കോ, പേരൻസിനെ നോക്കിക്കോ, ഹസ്ബൻഡിനെ നോക്കിക്കോ, മക്കളെ നോക്കിക്കോ, സുഹൃത്തുക്കൾക്ക് കൊടുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേങ്കിൽ ഒരു 5% നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, നല്ല കാലത്ത് കായ് 10 വെച്ചാൽ കാലത്ത് 10 തിന്നാ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ആ കറക്റ്റാണോന്ന് എനിക്ക് അറിയില്ല, കറക്റ്റല്ല ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ നല്ല സമയത്ത് നമ്മൾ എന്തെങ്കിലും വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളെ സേഫ്റ്റി നോക്കണം. അതുകൊണ്ട് സ്ത്രീകൾ അവരുടെ ഒരു പണി ഇപ്പയും നമ്മളിപ്പോ സ്ത്രീകൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പൈസ ഇല്ലാതെ അവർ ചെലവാക്കി 5 പൈസ അവരെവിടെയും വെക്കൂല എന്നുള്ളത്. കാരണം അവർക്ക് ചിലപ്പോൾ അവർ ഓവറായിട്ട് എക്സ്പെൻസ് ചെയ്യുന്നതോ ഓവർ ലേവിഷ് കളിക്കുന്നതല്ല, അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ ചെലവാക്കുന്നതാവാം, ഫാമിലിക്ക് വേണ്ടി പല കാര്യങ്ങളും അവർ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാവാം. പക്ഷെ എന്നാൽ പോലും ചെയ്തോ. പക്ഷെ ആ ഒരു 5% നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്തി പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെ ഉണ്ടാവുള്ളൂ. അതിന് ഉള്ള കാലത്ത് മക്കളെ ഡിപ്പെൻഡ് ചെയ്ത്, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനുള്ള മോഹം വേണ്ട എന്നുള്ളതാണ്. ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിച്ചൊക്കെ പോവായിരിക്കും, പക്ഷെ അതൊരിക്കലും ഒരു സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയുള്ള ലൈഫ് ആയിരിക്കില്ല.
നിങ്ങൾക്ക് ആ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് മക്കളോട് പറയുകയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുമ്പോൾ നമുക്കത് മാനസികമായിട്ട് നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കും ഉണ്ടാവും. ഒരു പരിധി കഴിയുമ്പോൾ അവർക്കും എല്ലാത്തിനും ഞാൻ ബുദ്ധിമുട്ടാണല്ലോ, അല്ലെങ്കിൽ എല്ലാം എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾക്ക്, നല്ല റിലേഷനുകളൊക്കെ മുന്നോട്ട് പോകാൻ അത് നല്ലതാണ്. എല്ലാം നമ്മുടേതായ ഒരു സ്പേസ് നമുക്ക് പ്രായമാവുന്ന കാലത്ത് താമസിക്കാൻ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഒരുക്കി വെക്കുന്നതും നല്ലതാണ്. ഇനിയുള്ള കാലത്ത് മക്കളെ ഡിപ്പെൻഡ് ചെയ്തൊന്നും പ്രായമാകുമ്പോൾ കാലത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒക്കെ ജീവിക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ടാവുന്നുണ്ട് പലർക്കും, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മള് പ്രായമാകുമ്പോൾ പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യേണ്ടി വരും. മക്കൾക്കനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. അവരുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മളെ ഭക്ഷണശീലങ്ങൾ മാറ്റേണ്ടി വരും. നമ്മളുടെ ഉറക്കിന്റെ സമയം ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ പുറത്ത് പോകുന്ന പല A to Z കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ അത് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു 2-3 സെന്റ് എവിടെ സെറ്റ് ചെയ്യുക, ഒരു ചെറിയ വീട് സെറ്റ് ചെയ്യുക. ബാക്കി നിങ്ങൾ മക്കൾക്ക് കൊടുത്തോ, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടേതായ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. പല രക്ഷിതാക്കൾ ഇതുപോലുള്ള വിവരക്കേട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അവസാന കാലത്ത് അവർ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിന് ഒത്തിരി പേര് അത് അങ്ങനെയുള്ള വിവരക്കേട് ചെയ്യുകയും ചെയ്യും, അനുഭവിക്കുകയും ചെയ്യും. എത്ര പറഞ്ഞാലും എത്ര സംസാരിച്ചാലും അവസാന ഘട്ടത്ത് നടക്കുന്ന ഒരു കേസ് തന്നെയാണിത് പലയിടത്തിലും. കാരണം മക്കൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. മക്കൾ പറയും എന്തിനാ പാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഒരു സ്പേസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു 50 സെന്റ് സ്ഥലം നമ്മളെ പേരിലുണ്ട്, നമുക്കൊരു 5 മക്കളുണ്ട്. അപ്പോ എല്ലാരും പറയുന്നത് 10 സെന്റ് ഈ 5 മക്കൾക്ക് കൊടുക്കും. നിങ്ങൾക്കായിട്ട് എന്തിനാ ഒരു സ്പേസ്? പ്രായമാവുന്ന കാലത്ത് നിങ്ങൾ ആരെങ്കിലും നോക്കാൻ വേണ്ടേ? ഏതെങ്കിലും ഒരാളുടെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 5 മക്കൾക്കായിട്ട് നമ്മൾ അങ്ങ് കൊടുക്കും. നമ്മളെ കയ്യിൽ ഒരു 5 സെന്റ് സ്ഥലം പോലും നമ്മൾ വെക്കൂല. അപ്പൊ എന്നിട്ട് പ്രായമാകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കളിക്കണം. പക്ഷെ എന്ത് ചെയ്യണം? 10 സെന്റ് 50 സെന്റാ നിങ്ങളെ കയ്യിലുള്ള, 10 സെന്റ് നിങ്ങളെ പേരിൽ വെക്കൂ. നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും പേരിൽ 10 സെന്റ് വെക്കും. ബാക്കി 40 സെന്റ് നിങ്ങൾ 5 മക്കൾക്ക് ഷെയർ ചെയ്തോ, കൊടുത്തോ, പ്രോബ്ലം. അമ്മച്ചിന്റെ മോൻ കരയുണ്ട്. അപ്പോ നമുക്ക് മക്കളോടുള്ള സ്നേഹമൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ പ്രായമാകുമ്പോൾ ഉള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. നമ്മൾ ഒരുപാട് പേരെ നമ്മൾ ബുദ്ധിമുട്ടിക്കും. നമ്മളെ വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടിക്കും. പ്രായമാകുമ്പോൾ നമ്മൾ ചെറിയ കുട്ടിയേക്കാൾ ഇപ്പൊ കണ്ട എൻ്റെ മോന്, ഇപ്പൊ ഇവന് 2 വയസ്സായി. ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ടൈം മാറ്റി വെക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾ പലതും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇവന്റെ എല്ലാ കുറുമ്പിനും ഞാൻ കൂട്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ആരോഗ്യം എനിക്ക് ബുദ്ധിമുട്ടില്ലാന്നുണ്ട്. എൻ്റെ ഉറക്കം എനിക്ക് ബുദ്ധിമുട്ടില്ലാന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉറക്കം പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം പോകുന്നത്. കുഴപ്പമില്ല, അവര് നന്നായി വരട്ടെ. നമ്മൾ എത്രയും ക്ഷമിക്കും. അവരിപ്പോ എന്ത് ചെയ്താലും നമ്മൾ എത്ര വേണമെങ്കിലും നമ്മൾ ക്ഷമിക്കും. നമുക്കതൊന്നും പക്ഷെ പല ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്, എന്നാൽ നമുക്കത് സന്തോഷമാണ് ഇല്ലേ, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടില്ലേ. അപ്പോ പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മക്കള് വലുതായി വലിയ ആളുകളായി, അവർക്ക് ഫാമിലി ആയി, ഇപ്പോഴൊക്കെ നമ്മൾക്ക് വയസ്സാകുമ്പോൾ നമ്മളെ ചെറിയ ചെറിയ പിടിവാശികള്, നമ്മുടെ പല ബുദ്ധിമുട്ടുകള്, നമുക്കിപ്പോൾ അസുഖമാകുമ്പോൾ 1, 2, 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ നമ്മളെ കൂടെ വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും ചടക്കും. അല്ലെ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിറുകിറാക്കുമ്പോൾ അവരെ ഉറക്ക് ശരിയാണ്ടാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവന് വേണ്ടി ഞാൻ എത്രയോ ഉറക്കുകയും എനിക്ക് തോന്നുന്നു അധിക ദിവസങ്ങളിൽ ഞാൻ ഏർലി മോർണിംഗിലാണ് ഉറങ്ങണേ. ഒരു 3 മണി അല്ലെ 2:30 ഒക്കെ ആവും ഞാൻ ഉറങ്ങാൻ. കാരണം ഇവൻ ഉറങ്ങില്ല. ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങി എണീക്കുള്ളൂ. അപ്പോൾ നമ്മളെ ഉറക്കം പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നമില്ല, കാരണം മക്കളെ ചെറിയ മോനാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ അവർക്ക് വേണം. പക്ഷെ നോക്കിയാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ വീട്ടിൽ ഉറങ്ങാതെ മക്കളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മക്കൾ എത്ര ദിവസം ഉറക്കുകയും
ഒരു 2-3 ദിവസം ഒരു ഉറക്കം, 4-ാമത്തെ ദിവസം അവര് പറയില്ലേ എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്താ പാപ്പ ബുദ്ധിമുട്ടിക്കുന്നത്, ഞങ്ങൾക്ക് ഉറങ്ങണം, ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവര് പ്രശ്നമാക്കൂല, തീർച്ചയായും ആക്കും. അപ്പൊ ഞാനിപ്പോ ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ രണ്ടാമത്തെ ഫസ്റ്റ് മോനും സെക്കൻഡ് മോനും ഉണ്ടായ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ രാത്രി നമ്മൾ 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് ആ സമയത്ത് ഉറങ്ങുന്നത്. പക്ഷെ നമ്മൾ രാവിലെ ഓഫീസിൽ പോകുമ്പോഴേക്ക് ഉറങ്ങി എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഓഫീസിൽ പോവാൻ. അപ്പൊ നമുക്ക് ആ ഉറക്ക് ബാലൻസ് ആവാത്തതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. പല ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് സഹിക്കും. കാരണം നമുക്ക് ജോബും വേണം, ഫാമിലി വേണം, കുട്ടികളും വേണം, നമ്മൾ എന്തും സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്കൊരു പ്രായമായി നമ്മളെ മക്കൾ ഒരു ജോബിന് പോകുന്ന സമയത്ത് 2 ദിവസം അവർ ഉറക്കൊഴിയായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് 3-ാമത്തെ ദിവസം അവർ നമ്മളെടുത്ത് പറയും, എനിക്ക് കറക്റ്റ് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഉറക്കം ബുദ്ധിമുട്ടാകുന്നുണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും പറയും. അതാണ് നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി സഹിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും അതിൻ്റെ ഒന്നും 1% പോലും ചിലപ്പോൾ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ മക്കള് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും ആ 1% ബുദ്ധിമുട്ട് പോലും മക്കൾ സഹിക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മക്കൾക്കും എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിൽ പോലും അവർക്കൊരു പരിധി കൂടുതൽ സഹിക്കാനാവില്ല എന്നുള്ളതാണ്. നമുക്ക് മക്കൾക്ക് വേണ്ടി സഹിക്കുന്നതിൻ്റെ ഒരു 1% പോലും പേരൻസിന് വേണ്ടിയിട്ട് മക്കൾ ഒരിക്കലും സഹിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ കാലത്ത്